പൊതുവിൽ വ്യായാമം എന്ന് പറഞ്ഞാൽ മെയ് അനങ്ങിയുള്ള എല്ലാ ജോലികളെയും നമുക്ക് വ്യായാമം എന്ന് പറയാം. ഇനി വ്യായാമം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മുതിർന്ന ഒരാൾ ദിവസത്തിൽ 30 മിനിറ്റ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുക. വ്യായാമം എന്ന് പറയുമ്പം ഏറ്റവും ലളിതമായിട്ട് പറയാവുന്ന മരുന്നെന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ്. നടക്കുക വളരെ മെല്ലെയല്ല, അത്യാവശ്യം വേഗത്തിൽ നടക്കുക, അരമണിക്കൂർ നടക്കുക. ഇത് തന്നെയാണ് ഏറ്റവും നല്ല വ്യായാമം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വ്യായാമം ചെയ്ത് ലൈഫിൻ്റെ പാർട്ടായിട്ട് വ്യായാമം കൊണ്ടുപോകും. ഉദാഹരണത്തിന് നമ്മൾ ലിഫ്റ്റിൽ പോകുന്നതിന് പകരം പടി കയറുന്ന ഒരു നില, അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ പോകുന്നതിന് കാർ ഉപയോഗിക്കുന്നതിന് നടന്നു പോകുന്നു, ഇതെല്ലാം വ്യായാമമാണ്. അപ്പം നമുക്ക് ജീവിതത്തിലേക്ക് വ്യായാമത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതോടൊപ്പം നടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പ്രായോഗികമായിട്ട് നമുക്കൊരു സമൂഹത്തിന് നൽകാൻ പറ്റുന്ന വ്യായാമത്തിൻ്റെ നിർദ്ദേശം. പൊതുവിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം പൊതുവിൽ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം പൊതുവിൽ പോകുന്നത്. അത് ഫാസ്റ്റ് ഫുഡായാലും പ്രോസസ്ഡ് ഫുഡായാലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ അമിതമായ ഉപയോഗമായാലും ഇവയെല്ലാം തെറ്റായ ഭക്ഷണ രീതികൾ തന്നെയാണ്. പൊതുവിൽ ഭക്ഷണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ക്വാളിറ്റിയും ഉണ്ടാകണം, ക്വാണ്ടിറ്റി അമിതമാകാനും പാടില്ല. ഈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള ഫാറ്റ് ഉണ്ടായിരിക്കണം. അമിതമായിട്ടുള്ള ഫാറ്റും അതുപോലെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്, ഇവ കൊളസ്ട്രോള്, പ്രമേഹം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഹൃദ്രോഗത്തിന് കാരണമാകുന്നു. അപ്പോൾ പൊതുവിൽ മീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീറ്റ് പൊതുവിൽ നമ്മൾ കുറയ്ക്കുന്നതാണ് നല്ലത്. അതിൽ തന്നെ റെഡ് മീറ്റ്, ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബീഫ്, റെഡ് മീറ്റിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. അതേസമയം ലീൻ മീറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ പൗൾട്രി, അത് അത്രത്തോളം അപകടകാരി അല്ല. അതായത് റെഡ് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൗൾട്രി അത്രത്തോളം അപകടകാരി അല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും വെജിറ്റേറിയനാണ് നമുക്കൊരു പ്രിഫറൻസ് നൽകേണ്ടത്. ഈ ശ്വാസം തടസ്സപ്പെടുന്നത് ഒരു വ്യായാമത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗമാവാനുള്ള സാധ്യതയുണ്ട്, പരിശോധിക്കണം. എന്നിരുന്നാലും ഈ ഹൃദ്രോഗത്തോടൊപ്പം തന്നെ ശ്വാസകോശ രോഗം കൊണ്ടോ അലർജി കൊണ്ടും എല്ലാം ശ്വാസതടസ്സം അനുഭവപ്പെടാം. അപ്പം ശ്വാസതടസ്സം എന്നുള്ളത് കൊണ്ട് മാത്രം ഹൃദ്രോഗമാണെന്ന് പറയാൻ പാടാണ്. പക്ഷേ ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗമുണ്ടോ എന്ന് പരിശോധിക്കണം.